പത്തനംതിട്ട കലഞ്ഞൂരിൽ വ്യാജരേഖ ചമച്ച് 94 സെന്റ് ഭൂമി തട്ടിയെടുത്തതായി പരാതി. രാക്ഷസൻ പാറയോട് ചേർന്ന ഭൂമിയിന്മേലാണ് തട്ടിപ്പാരോപണം. പത്രാപുരം അറക്കൽ സ്വദേശി മുഹമ്മദ് അപ്പ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ രേഖകളെല്ലാം പരിശോധിച്ചാണ് താൻ ഭൂമി വാങ്ങിയത് എന്നാണ് കൊട്ടാരക്കര സ്വദേശിയായ വിജയകുമാർ വിശദീകരിക്കുന്നത്. കൂടൽ വില്ലേജ് പരിധിയിൽ ഇഞ്ചപ്പാറയിലുള്ള 2.25 ഏക്കർ ഭൂമിയിൽ ഉൾപ്പെടുന്ന 94 സെന്റ് സ്ഥലത്തിന്മേലാണ് ആക്ഷേപം. 1978 പട്ടയം കിട്ടിയ ഭൂമി 89 വാങ്ങിയെന്ന് പരാതിക്കാരൻ മുഹമ്മദപ്പ പറയുന്നു. പോയ വർഷമാണ് ഒടുവിൽ കരമടച്ചത്. ഇക്കുറി കരമടയ്ക്കാനെത്തിയെങ്കിലും സാധിച്ചില്ല. ഭൂമി കൊട്ടാരക്കര സ്വദേശിക്ക് കൈമാറ്റം ചെയ്തുവെന്നാണ് ലഭിച്ച മറുപടി. ഇതിലിപ്പം വെണ്ടറുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, സബ് രജിസ്ട്രാറുണ്ട്, തഹസിൽദാറുണ്ട്. ഈ 4 പേരും കൂടെ ചേരാതെ ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്ന രേഖ വെച്ച് എനിക്കറിയാൻ പറ്റുന്നത്. 89 ഞാൻ വാങ്ങിച്ച് 2023-24 വരെ കരം അടച്ചുകൊണ്ടിരുന്ന വസ്തു. ഭൂമിയുടെ മുൻ പ്രമാണങ്ങളും കരമടച്ച രസീതുകളും ബാധ്യതാ സർട്ടിഫിക്കറ്റും തെളിവുകളായി മുഹമ്മദപ്പയുടെ കൈവശമുണ്ട്. മാത്രമല്ല 5 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് രജിസ്റ്റർ ചെയ്ത് നൽകപ്പെട്ടിരിക്കുകയാണ് കൈമാറ്റം. എന്നാൽ രേഖകൾ കൈവശമുണ്ടെന്നും ഭൂമിക്ക് പട്ടയം കിട്ടിയത് 1972 തട്ടിപ്പ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും വിജയകുമാർ പറഞ്ഞു. ഞാൻ വില കൊടുത്ത് വിലയാധാരം മേടിച്ച വസ്തുവാണ്. അപ്പോൾ എനിക്ക് ഡോക്യുമെൻറ്റ്സ് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇനിയും തന്നവർ തിരിമറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ പേര് ക്ലെയിം ചെയ്യും. അതല്ല അത് കറക്റ്റാണെങ്കിൽ എനിക്കിപ്പോൾ ഈ കേസുമായിട്ട് നടക്കുന്നവരുടെ പേര് ഞാൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും. അതേസമയം മുഹമ്മദപ്പയുടെ പേരിൽ മുൻപ് സ്ഥലം തെറ്റായി പോക്കുവരവ് ചെയ്യപ്പെട്ടതാണെന്ന് വില്ലേജ് ഓഫീസ് അധികൃതർ വിശദീകരിച്ചു. നടപടി 1.5 വർഷം മുൻപ് റദ്ദാക്കി. മുഹമ്മദപ്പയുടെ സ്ഥലം റീസർവേ 118/2 ഉൾപ്പെട്ടതാണെന്നും അവർ വിശദീകരിക്കുന്നു. തർക്കസ്ഥലത്ത് സംയുക്ത പരിശോധനയാണ് വില്ലേജ് ഓഫീസർ ശുപാർശ ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് പരിശോധിച്ച് കോന്നി തഹസിൽദാർ തുടർ നടപടികൾ സ്വീകരിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായി കക്ഷികൾ ഹാജരാക്കിയിട്ടുള്ള രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.